Hello friends, ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പപ്പട ചമ്മന്തി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പപ്പടാണ്. അപ്പോൾ ഞാനതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരുപാട് വലുതൊന്നും വേണ്ട, ചെറുത് മതി. പിന്നെ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് പകരം ചെറുനാരങ്ങ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് താല്പര്യമാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം, അത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വറ്റൽമുളക്. അപ്പോൾ വറ്റൽമുളകിന് പകരം നമുക്ക് പച്ചമുളക് ചേർത്തിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ഈ പപ്പടം വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. പച്ചമുളകും ചെറുനാരങ്ങ അങ്ങനെയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാൻ പല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇത്ര അധികം മുളകിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നല്ല എരിവായിരിക്കും. അപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ മതിയാവും. എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി മുളക് പൊടി മുളകുണ്ട് ചിങ്ങി ഒരു 3 കാശ്മീരി മുളകും പിന്നെ മറ്റേതും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറും ഉണ്ടാവും, എരിവും പാകമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറ്റൽമുളക് ഒരു 2-3 എണ്ണം വറുത്തെടുത്തതിന് ശേഷം ഒരു 3 എണ്ണമൊക്കെ ഇട്ടാൽ മതിയാവും, 3-4 എണ്ണമൊക്കെ ഇട്ടാൽ മതിയാവും. ബാക്കിയുള്ള അതിൻ്റെയൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരു കളയുക. അപ്പോൾ എരിവുണ്ടായിരിക്കില്ല, നല്ല കളറും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വറുത്ത പപ്പടം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പപ്പടം വറുത്തെടുക്കുകയാണെങ്കിൽ അധികം ഓയിൽ ആവശ്യം വരില്ല. കാരണം നമ്മൾ ഈ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം ഒരുപാട് എണ്ണയിൽ വറുക്കാണ്ടിരിക്കുക, നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുത്താലും മതി കേട്ടോ. വറുത്ത പപ്പടം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതായാലും മതി. അപ്പോൾ നമ്മൾ പാൻ വെച്ച് കൊടുത്ത് പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പം നമ്മൾ പപ്പടം വറുത്തതിൽ ബാക്കി ഇത്ര ഓയിലുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക്, അതുപോലെ പുളി, ഇഞ്ചി, അതുപോലെ ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പപ്പടം കാച്ചുന്ന വീഡിയോ ഇതിൽ വർക്കായില്ല. അതിപ്പോൾ പപ്പടം കാച്ചുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണ പോലെ വറുത്തെടുക്കാം. അപ്പം മുളകൊക്കെ നന്നായി വീർത്ത് വരും, അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് കളറ് ചേഞ്ച് ആവണമെങ്കിൽ കരിഞ്ഞ് പോവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി വരണോട് കൂടിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വീർത്ത് വന്നു, കളറൊക്കെ ഒന്ന് നന്നായി ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് നന്നായി ചൂടാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ മുളക് 3-4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമില്ല. ബാക്കിയുള്ളതിൻ്റെ എല്ലാം കുരു കളഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ ചമ്മന്തിക്ക് ഒരു നല്ല കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ബെസ്റ്റ് ആയിരിക്കുമല്ലോ, അത് കാരണമാണ് ഞാൻ പറയുന്നത്. അല്ല ചെയ്യാൻ കാശ്മീരി മുളക് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുറിക്കാനുള്ള മുളകിൻ്റെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കടഭാഗം ഉണ്ടല്ലോ, അത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്കിതിൻ്റെ കുരു നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ കുരുവും കിട്ടും. ഇനി വേണമെന്നുണ്ട് വെച്ചെങ്കിൽ കത്രിക കൊണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുരു പെട്ടുമോ എന്നൊക്കെ അറിയാം കേട്ടോ. നമ്മൾ കുടയുമ്പോൾ ഫുൾ കുരു വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കടഭാഗം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം കുരുവൊക്കെ കിട്ടും. കാരണം കുരു ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എരിവും കൂടുകയെ, അത് കാരണമാണ് ഈ പറയണത്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ തട്ടും തോറും കുരു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നടുപൊളിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തെ ആ ഒരു ഇതും കൂടി കളയണം കേട്ടോ. ഇതൊക്കെ നല്ല എരിവുള്ള ഭാഗമാണ്, ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ നല്ല എരിവുള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലെ എടുക്കുക. ഇതിപ്പോൾ ഒരു ഇതിന് വേണ്ടി മാത്രം കേട്ടോ, നമുക്കിപ്പോൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കളഞ്ഞെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ജാർ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പൊളിച്ച മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ പപ്പടം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പടത്തിന് അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല കളറൊക്കെ വന്നിട്ടില്ലേ, അത് നമ്മൾ അങ്ങനെ മുളകിട്ട കാരണമാണ് കേട്ടോ. പക്ഷേ കുരു കളയാതെ ഇടരുത്, എരിഞ്ഞിട്ട് നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. ഉപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല, പാകത്തിന് ഉപ്പാണ്. അതുപോലെ തന്നെ എരിവ് അത് ഒരു 3-4 മിളക് ഇട്ടാൽ മതിയാവും, അത്യാവശ്യം എരിവിന് കേട്ടോ. കളറിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, കുരു കളഞ്ഞിട്ടുള്ള മെത്തേഡ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ തീർച്ചയായും അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്